ശനിയാഴ്ച ആവാൻ കാത്തുക്ക എല്ലാ ആഴ്ച ഇങ്ങനെ കെട്ടി എഴുന്നള്ളി വന്നോളും. അതങ്ങനെയാ ഇവിടെ വന്ന ഒരു പണിയും ചെയ്യണ്ടല്ലോ. ഇവിടേക്ക് എന്തിനാ കെട്ടിച്ചയച്ചത്? ഇവിടെ തന്നെ അങ്ങ് ഇരുത്തിയാ പോരെ. വരുന്നതല്ല പ്രശ്നം. എന്നെ കുറിച്ച് 100 കുറ്റങ്ങൾ ഏട്ടനെ വിളിച്ച് പറഞ്ഞു കൊടുക്കും. ഒറ്റ നാത്തു. അതെങ്ങനെയാ? ഒന്ന് പറയുമ്പോഴേക്കും 3 മൂപ്പിച്ചു കൊടുക്കുന്ന അമ്മായിമ്മ ഉണ്ടല്ലോ. രണ്ടും നടക്കാം. ഞാൻ വന്ന അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് അവളുടെ മോൻ കാണുമ്പോ തന്നെ അറിയുന്നുണ്ട്. നീ നിന്റെ സ്വന്തം വീട്ടിലേക്കല്ലേ വരുന്നത്? അതിന് അവൾക്ക് എന്താ? അതന്നെ എനിക്കും അറിയേണ്ടത്. ഞാൻ എന്റെ സ്വന്തം വീട്ടിലേക്കല്ലേ വരുന്നത്. ഇവിടെ മട്ടും പാവം കണ്ടാത്തൊന്നും ഇവളുടെ വീട്ടിലേക്ക് കയറി വരുന്നെന്ന്. അതിന് അവളെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. നിന്റെ ആങ്ങളെ ഒരുത്തനില്ലേ, അവൻ അവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുക. അപ്പൊ ഇങ്ങനെ പെരുമാറിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അത് മാത്രമല്ലമ്മേ, എന്നെ കുറിച്ച് ഉള്ളതും ഇല്ലാത്ത എന്തൊക്കെ കുറ്റങ്ങളാണെന്നറിയോ ഇവിടെ ഏട്ടനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്ന അവൾ ആ സ്പോട്ടിൽ മെസ്സേജ് അയക്കും, നിങ്ങളുടെ പെങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇത്രയും ചെയ്യുമ്പോ ഞാൻ വെറുതെ ഇരിക്കണോ? ഞാനും കണക്കിന് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള കുറച്ച്. അതെന്തായാലും നന്നായ മോളെ. പിന്നെ ഏട്ടൻ വിളിക്കുമ്പോഴേ അമ്മയെ അവളെ കുറിച്ച് ഓരോന്ന് കുറ്റം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ സമയത്ത് ബെല്ലടിക്കുന്നത് വല്ല പിരിവാരായിരിക്കും. നീ ഒന്ന് പോയി നോക്കിട്ട് വാ മോളെ. പിന്നെ എനിക്കൊന്നും താഴെ ഇറങ്ങാൻ വയ്യ. എന്നാ ഞാൻ പോയി നോക്കിട്ട് വരാം. അമ്മ അവിടെ ഇരിക്കേ, അവള് താഴെ ഇല്ലേ, ഞാൻ പറഞ്ഞോളാം. ദേവികേ, അവിടെ ബെല്ലടിക്കുന്ന കേൾക്കുന്നില്ലേ? ആരെന്ന് പോയി നോക്ക്. ഞാൻ ഇവിടെ അലക്കുന്ന കാണുന്നില്ലേ, നിനക്ക് പോയി നോക്കിക്കൂടെ? ഞാനിവിടെ വെറുതെ ഇരിക്കല്ലോ, പച്ചക്കറി അറിഞ്ഞോണ്ടിരിക്കുക. നീ പച്ചക്കറി അറിയാണെങ്കിലേ അമ്മ വെറുതെ ഇരിക്കല്ലേ, അമ്മനോട് പോയി നോക്കാൻ പറ. അമ്മയ്ക്ക് കാല് വേദനയല്ലേ, നീ താഴെയല്ലേ നിൽക്കുന്നേ, നിനക്ക് പോയി നോക്കൂടെ? ഞാൻ പോയി നോക്കിയ തന്നെ. നിങ്ങളൊക്കെ പറയുമ്പോഴേക്കും പോയി നോക്കാം. ഞാൻ ആ ഹസ്ബൻഡിന്റെ കടിനെയാ. ഓ മതി, അവളൊന്നും പോവില്ല മോളെ. അവളേതാ സാധനം എന്നറിയോ? അമ്മ തന്നെ പോയിക്കോളാം. താരി ഈ സമയത്ത്. മോനെ, എടാ നീയോ? ഇതെന്താ പറയാണ്ട് വന്നത്? ലീവ് കഴിഞ്ഞിട്ട് പോയിട്ട് 1 വർഷമായില്ലമ്മേ. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ പറഞ്ഞിട്ട് ആരോടും പറയാണ്ട് വന്നതാ. ഏട്ടാ എന്നാലും വല്ലാത്ത സർപ്രൈസ് ആയി പോയിട്ടാ. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അതെന്തായാലും നന്നായി. നിന്നോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ബെല്ലടിച്ച ഏട്ടനായിരുന്നോ? എനിക്ക് അപ്പോഴേ തോന്നി ഇത്തവണ ഏട്ടൻ സർപ്രൈസ് ആയിട്ട് വരുന്ന. എന്തായാലും 3 നാൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വന്നു. കൊറേ നേരെ വന്ന് നിക്കുന്ന. എന്താച്ച കാര്യം പറ. ആരെങ്കിലും പറയട്ടെ പറഞ്ഞ് കാത്തിരുന്ന. എന്നാലും നിന്നോടാണ് ചോദിക്കാം. അല്ല ആതിര, നീ എന്തിനാ എന്റെ ഭാര്യയെ കുറിച്ച് ഓരോരോ കുറ്റങ്ങൾ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്? അതിന് മാത്രം നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം നീ തന്നെ ചോദിച്ചു നോക്ക്. എനിക്ക് എന്റെ വീട്ടിൽ വരാൻ പറ്റില്ലേ? ഇവിടെ വന്ന അവളുടെ മുഖം ഇങ്ങനെ കയറ്റി വെച്ചിരിക്കും. അവൾ എത്ര ദിവസമായെന്നറിയോ എന്നോട് മര്യാദയ്ക്ക് വേണ്ടിയിട്ട്? ആ ഒരു ദേഷ്യത്തിന് ഞാൻ ഓരോന്ന് മെസ്സേജ് അയച്ചേ ഉള്ളൂ. എടാ, അവർ രണ്ടാളും മാത്രമല്ല ഇവിടെയുള്ളൂ. നീ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് വലിയ സന്തോഷമല്ലേ നിന്നോട് സംസാരിക്കുക, ഇടയ്ക്ക് ഷോപ്പിങ്ങിന് പോവാ. നാത്തൂമാര് പറഞ്ഞാൽ അങ്ങനെയല്ലേ വേണ്ടത്. ഇതിപ്പോ അവൾക്ക് വീട്ടിൽ പോകണമെങ്കിൽ എന്നോട് പെർമിഷൻ ചോദിച്ചാൽ പോരെ, നിന്നോടും കൂടി ചോദിക്കണം പറഞ്ഞാൽ അതെങ്ങനെയാണ് നടക്കുക? അതിനല്ല അന്ന് നീ അമ്മയോട് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. എന്നിട്ട് അവളെ കുറിച്ച് ഓരോ കുറ്റങ്ങളെ അമ്മനോടും എന്നോടും ഇങ്ങനെ വിളിച്ച് പറഞ്ഞില്ല. പിന്നെ എങ്ങനെയാ അവൾ നിന്നോട് മിണ്ടുക? നോക്ക് മോളെ, നിന്നെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടിൽ ഇതുപോലത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നീ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അത് മാത്രമല്ലേ അവള് ചെയ്തുള്ളൂ. എടാ, ഞാൻ നിന്റെ ഏട്ടനല്ലേ, അപ്പൊ നിനക്ക് അത് ചേച്ചിയായി കണ്ടൂടെ? അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അല്ലടാ, നീ അവളെ കുറ്റം പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ വന്നത്? അല്ലമ്മേ, എനിക്ക് അവളോട് മാത്രമല്ല അമ്മയോടും കുറച്ച് പറയാനുണ്ട്. എന്നോട് പറയാനോ? അതിന് ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്ത് ചെയ്തെന്നോ? നിങ്ങൾ തമ്മിൽ ഒരു ദിവസമെങ്കിലും പ്രശ്നം ഉണ്ടാക്കാതിട്ടുണ്ടോ? എനിക്ക് അറിയായിട്ട് ചോദിക്കുക. ഈ അമ്മായിമ്മ മരുമോളെന്ന് പറഞ്ഞാൽ എന്നും അടിയുണ്ടാക്കണം എന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം? അതിന് ഞാൻ വെറുതെ ആണോ അവളെ ചീത്ത പറയുന്നത്? എടാ, ഈ വീട്ടിൽ ഞാനും നിന്റെ അച്ഛനും മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞ ആരാ? അവളുടെ അമ്മായിയമ്മയും അമ്മായച്ഛനും. അപ്പൊ ഞങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്തം അവൾക്കല്ലേ? എന്നിട്ട് അവളെ മര്യാദയ്ക്ക് നോക്കുന്നുണ്ടാ ചോദിക്കേ? ആ രാധാമന്റെ മോൻ ചെക്കൻ പെണ്ണ് കാണാൻ പോയപ്പോഴേ
എന്നെ നോക്കിയില്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയും നന്നായി നോക്കിയാൽ മതി എന്നാ പെണ്ണ് വീട്ടുകാരോട് പറഞ്ഞത്. അതാ ആൺകുട്ടികള്. ആ, ഇതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. വെറുതെ അല്ല എല്ലാ കുടുംബത്തിലും ഈ അമ്മായിയമ്മ മരുമകൾ പോരാട്ടം ഉണ്ടാകുന്നത്. അല്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക, ഈ കല്യാണം പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? ഭർത്താവിന്റെ അച്ഛനെയും അമ്മനെയും വീട് നോക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിനെ കൊണ്ടുവരുന്ന, എന്നാ അതിനേക്കാൾ നല്ലത് ഹോം നേഴ്സിനെ കൊണ്ടുവച്ചാൽ പോരെ, അല്ലെങ്കിൽ ഒരു ജോലിക്കാരനെ വെച്ചാൽ പോരെ. അതിന് കല്യാണം കഴിക്കുന്നുണ്ടോ? അമ്മ അവളെന്റെ ഭാര്യയാണ്, ഞാൻ അവളെ ഭർത്താവാണ്. ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ച് ബഹുമാനിച്ച് പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കാനാണ് കല്യാണം കഴിച്ചത്. അല്ലാതെ എന്റെ അച്ഛനമ്മയും നോക്കാനല്ല ഞാൻ അവളെ കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ അവളെ അച്ഛനമ്മയും നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കല്ലേ? ഒരു വീടാകുമ്പോ അവിടെ അമ്മയും അച്ഛനും സഹോദരന്മാരും എല്ലാവരും ഉണ്ടാവും. വന്നു കയറുന്ന പെൺകുട്ടിനെ സ്വന്തം മോളായിട്ട് കണ്ടു നോക്ക്, സ്വന്തം കൂടെപ്പിറപ്പായിട്ട് കണ്ടു നോക്ക്. അപ്പൊ അവരും അങ്ങനെ കാണൂ, അല്ലാതെ ഒരു ശത്രുവായിട്ടല്ല കാണേണ്ടത്. ഇതിപ്പോ അമ്മനെ നോക്കിയില്ല, അച്ഛനെ നോക്കില്ല, അവരെ നോക്കില്ല, ഇവരെ നോക്കില്ല, അവരുടെ മറ്റുള്ളവരോട് കുറ്റം പറയല്ലമ്മേ വേണ്ടത്. അതിനുള്ള ഒരു അധികാരം നിങ്ങൾക്ക് ആർക്കും ഇല്ല. അതിനല്ല അവള് വന്നത്. എന്നിട്ടും ഭർത്താവിന്റെ അച്ഛനെയും അമ്മനെയും സഹോദരന്മാരെയൊക്കെ അവർ നോക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിൽ നന്മയാണ്. അത് നന്ദി പറയാണ് വേണ്ടത്. ഒരു പ്രവാസിയുടെ ഭാര്യയൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ലമ്മേ, അതിന് അത്രയും മനക്കരുത്ത് വേണം. അപ്പുറം ഇപ്പുറമുള്ള ഭാര്യയും ഭർത്താവൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ അവർക്കും ഉണ്ടാവില്ല ആഗ്രഹമൊക്കെ. നീ 2 ദിവസം കൂടുതൽ ഇവിടെ ഇരുന്ന നിന്റെ ആയിട്ട് ഓടിയില്ലേ ഇങ്ങോട്ട് വിളിക്കാൻ? അത് അവളുടെ സ്നേഹം വേണ്ട. അപ്പൊ അവളെ കാര്യം ആലോചിച്ച് നോക്കിയാൽ സ്വന്തം ഭർത്താവ് കൂടിയില്ലാതെ 1-2 വർഷമൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുക പറഞ്ഞ് എത്ര സഹിച്ചിട്ടായിരിക്കും. അതിനിടയ്ക്ക് നിങ്ങൾ എങ്ങനെയാണോ അവളോട് കാണിക്കുക? അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? ദേവു, നിന്റെ വീട്ടുകാരൊക്കെ നീ പ്രശ്നം ഉണ്ടാക്കാറില്ലേ? അത് പറഞ്ഞിട്ട് ഒരുപാട് ദിവസം അവിടെ മിണ്ടാതിരിക്കുക ചെയ്യുക. പിന്നെ ഇത് അവൾ ജനിച്ചു വളർന്ന വീടാണ്. കല്യാണം കഴിച്ചു കൊടുത്തു പറഞ്ഞിട്ട് അവളിന്റെ പെങ്ങളാകാതിരിക്കുന്നില്ല. അതെന്റെ കൂടെ പിറപ്പാണ്. അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഓടി വരെ ഈ വീട് മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് ഇങ്ങോട്ട് വരുമ്പോ നീ മോൻ ഉറപ്പിച്ച് ദേഷ്യപ്പെട്ടിരിക്കുക ചെയ്യേണ്ടത്. നീ നിന്റെ വീട്ടിൽ പോകുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ നിനക്ക് എത്ര വിഷമം ഉണ്ടാവും? ഓരോ പ്രവാസികളും ചെറിയ പൈസ മാത്രം പിടിച്ച് ബാക്കിയെല്ലാം സ്വന്തം വീട്ടിലേക്ക് അയക്കുന്നവരാ. ഒരു 2 തരത്തിന്റെ ചായ കുടിക്കണമെങ്കിൽ പോലും 3 വട്ടം ഞങ്ങൾ ആലോചിക്കും. ഒരു റൂമിൽ 6-8 ആളെ താമസിക്കുന്നത്. പക്ഷെ പ്രവാസികളുടെ കുടുംബത്തിനോ അവർക്ക് വലിയ വീടും ഒരു വീട്ടിൽ തന്നെ 5-6 വാഷ്റൂം ഒക്കെ. ഞങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത് അവിടെ വന്നാൽ മാത്രം മനസ്സിലാവും. പത്തും 12 മണിക്കൂർ ജോലി കഴിഞ്ഞ് റൂമെത്തിയാൽ ഞങ്ങൾക്കൊന്നും ഇരിക്കാൻ കഴിയില്ലടോ. പിന്നെ റൂം വൃത്തിയാക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, ഡ്രസ്സ് അലക്കണം. അതിനിടയ്ക്ക് നിങ്ങളുടെയൊക്കെ വിശേഷം അറിയാൻ വേണ്ടി നിങ്ങളൊക്കെ വിളിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? നീ അമ്മയമ്മയെ കുറിച്ച് കുറ്റം പറയുന്നു, അമ്മായിയമ്മ മരുമകളെ കുറിച്ച് കുറ്റം പറഞ്ഞു. നിനക്കാണെങ്കിൽ ആ സാധനം ഈ സാധനം വന്നത്. എടാ, നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഒരാള് മോനെ സുഖമാണ് ചോദിച്ചിട്ടുണ്ടോ? ഏട്ടൻ്റെ പണി എങ്ങനെയുണ്ട് ചോദിച്ചിട്ടുണ്ടോ? ഭക്ഷണം കഴിച്ചോ ചോദിച്ചിട്ടുണ്ടോ? എടാ, ഞങ്ങളും മനുഷ്യരാണോ? നമ്മുടെ കുഞ്ഞിന് 6 മാസമുള്ളപ്പോൾ ഞാൻ പോയല്ലേ, അവനിപ്പോ 1.5 വയസ്സായി. അതിന്റെ ഇടയ്ക്കുള്ള അവന്റെ കളിയും ചിരിയെല്ലാം അത് ഞങ്ങൾക്ക് നഷ്ടമാണ്. ആരോടും പരാതി പറയുന്നല്ല. നിങ്ങൾ പ്രവാസികൾ കുടുംബത്തിന് വേണ്ടി മാത്രമേ ജീവിക്കുക. ആ കുടുംബത്തിനൊരു സമാധാനം ഇല്ല പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാ അവിടെ? ഇനി നിങ്ങൾ തീരുമാനിക്കും എന്താ വേണ്ടത്. ചേച്ചി സോറി, ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഓരോന്ന് പറഞ്ഞു പോയതാ. അത് സാരമില്ലടോ, ഞാനും നിന്നെ ഓരോന്ന് പറഞ്ഞിട്ടില്ലേ. അമ്മേ സോറി അമ്മേ, ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ഓരോന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഒന്നും അമ്മ മനസ്സിൽ വെക്കല്ലേ. ശരിക്കും പറഞ്ഞ അമ്മയെ മോളെ തെറ്റുകാരി. എനിക്കൊരു മോളുള്ളതല്ലേ. അവളിനെ കെട്ടിച്ചു വിട്ട വീട്ടില് ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ അവള് സഹിക്കുകയായിരുന്നോ? ഞാൻ അതൊന്നും ഓർത്തില്ല. ഞാൻ നിന്നൊരു മോളായിട്ടല്ല മരുമോളായിട്ടാ കണ്ടത്. അതിന്റെ പ്രശ്നമാ. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല മോളെ. ആ അച്ഛാ ഇറങ്ങാം. അമ്മ ടാക്സി വന്നിട്ടുണ്ട്. 1 മാസം എത്ര പെട്ടെന്നാ പോയതല്ലേ.
എയർപോർട്ടിലേക്ക് വരണമെന്ന് വേറൊന്നും കൊണ്ട് പറഞ്ഞല്ല കേട്ടോ. എന്റെ കരച്ചിൽ കാണാൻ വയ്യായിട്ടാ. സെറ്റേ പപ്പ പോട്ടെ. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കില്ല കേട്ടോ. തിരിഞ്ഞു നോക്കി പപ്പയ്ക്ക് പോകാൻ കഴിയില്ല.